അമ്പോ ഫോളോ മീ. അമ്പടെ പൊളിച്ചോ തിന്നേനെ തുരങ്കം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഗോളിയോർ കോട്ട കാണാനാണ് പോകുന്നത്. ഗോളിയോർ കോട്ട മധ്യപ്രദേശിലാണ്. ഇന്നലെ നമ്മള് മഹാരാഷ്ട്രയിലെ കല്യാണിന്ന് ട്രെയിനിൽ പുറപ്പെട്ടു. ഇന്നിപ്പോ രാവിലെ ഇവിടെ ഗോളിയോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടുന്ന് രാവിലെ ഒന്ന് ഫ്രഷായി കുറച്ച് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണിത്. നമ്മുടെ താജ്മഹൽ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റ വരവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ നിർത്തി അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് പിന്നെയാണ് നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിച്ച് അങ്ങനെയാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ചു താജ്മഹൽ ഒറ്റ പോക്ക് പോകാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആദ്യം ഗോവ, അത് കഴിഞ്ഞ് നമ്മൾ രത്നഗിരി ഇറങ്ങി മഹാരാഷ്ട്രയിൽ, അത് കഴിഞ്ഞ് കല്യാണിൽ ഇറങ്ങി, അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു മധ്യപ്രദേശിലേക്ക് ഈ ഒരു ഗോളിയാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോളിയാർ കോട്ട എന്ന് പറയുന്നത് 1800 വർഷത്തോളം പഴക്കമുള്ള ഒരു കോട്ടയാണ്. അത് ചരിത്രപരമായിട്ട് അതിന് ശക്തമായിട്ടുള്ള രേഖകളൊന്നുമില്ല. ഏകദേശം അവിടുത്തെ ഓരോ ലിപികളും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയയിലാണ് 3-ാം നൂറ്റാണ്ടിൽ AD 3-ാം നൂറ്റാണ്ടിൽ തുടക്കം മുതലേ ഈ കോട്ടയ്ക്ക് ഒരു ഉത്ഭവം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കോട്ട കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോ അവിടുത്തെ കാഴ്ചകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ഇവിടെയൊക്കെ ഒരുപാട് ടാക്സി, അതായത് അവിടെ റിക്ഷകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ റിക്ഷ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റിക്ഷകൾ. നല്ല പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കോട്ടയിലേക്ക് കയറാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കവാടാണ് കാണുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഓപ്പൺ ആണ്, അതിനുള്ളിൽ കിടക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാന്. ഇവിടെ ഒരു ഭാഗത്ത് കഞ്ചാവിന്റെ തൈ നട്ടിരിക്കുന്നു. നട്ടതാണോ മുളച്ചു വന്നതാവും. ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന് അതാണ്. അതിൽ കല്ലൊക്കെ വെച്ച് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ നടന്ന് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. അതെ, അവിടെ ഒരു അമ്പലം ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പശുക്കളൊക്കെ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ആ വൈറ്റ് അതിന്റെ അപ്പുറത്തൊരു അമ്പലം ഉണ്ട്. അങ്ങനെ കുറച്ചങ്ങോട്ട് കയറ്റം കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. കുട്ടാപ്പൂത പോണ്, പ്രമോദ്, മിഥുന്. അതാ മേലെ കണ്ടില്ലേ, മേലെ ആ ഭാഗത്താണ്. അതിന്റെ ഏറ്റവും ടോപ്പില് എങ്ങനെ ഇത് കെട്ടിയുണ്ടാക്കി ഇങ്ങനെ. അപ്പൊ മുന്നോട്ട് നടക്കാം. ഞങ്ങളുടെ ബാഗിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ, ഇതൊക്കെ താങ്ങിട്ടാണ് ഞങ്ങളെ നടപ്പ്. ഈ ഒരു സൈഡിൽ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. കുറച്ചേരം ഇവിടെ അങ്ങോട്ട് ഇരുന്നു. ഇവിടുന്നുള്ള വ്യൂ നോക്ക്. അതിന്റെ ഏറ്റവും മേലെയാണ് ആ ബിൽഡിങ്ങുകൾ. എങ്ങനെ ഈ സൈഡിൽ ഈ പാറമേഖലൊക്കെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയത്, അതും 1500-1800 വർഷം മുമ്പൊക്കെ. അയ്യോ, നല്ല ലോങ് ആയിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ പോയി ലാസ്റ്റ് വരെ ഉണ്ട്. ഇവിടെ എന്ത് അതിൻ്റെ ഉള്ളിൽ വഴിയോ? മണി ഡിസൈനൊക്കെ ഉണ്ടാക്കിയത് തേഞ്ഞ് തേഞ്ഞ് പോർക്കണ പറയാം. ഗണപതി ഒക്കെ വന്നിട്ട് കണ്ടാ ഒക്കെ തേഞ്ഞ് വേണം. അപ്പൊ അത്ര ഇവരിപ്പോ ഇത് ഇങ്ങനെ മുൻകൂട്ടി കണ്ടാണാവോ? അല്ല ഇങ്ങനെ ഒരു ഇത് നിർമ്മിക്കാം. ഈ പാറ ഇതൊക്കെ അത് താങ്ങും എന്നുള്ളൊരു ഇത് വേണ്ടേ? ഡോറ് കുടിക്കാനുള്ള സാധനം കണ്ട ഡോറ് മാറ്റിയത് വലിയ ഡോറ് മണ്ണൊക്കെ ഉണ്ടാക്കിയില്ല. വെൽഡിങ് മെഷീൻ പോയതാ. ഇവിടുന്ന് അങ്ങോട്ട് പോയി
ആ ഒരു തലവരെ പോണം. ഗുഹ ആ അവിടെ നിന്ന് ഇതൊക്കെ എങ്ങനെ കെട്ടിണ്ടാക്കിയത്? ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു വലിയൊരു മലയുടെ മുകളിൽ ഈ പാറയൊക്കെ കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കിയത്? അങ്ങനെ ഈ സൈഡിൽ ഇത് കയറുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് കുറെ അങ്ങോട്ട് നടന്നു പോകാനുണ്ട്. ജയിലോ? അപ്പൊ ജയിലിലൊന്ന് നോക്കാം. ഒരു ഗുഹയാണ്. ഓ ഒരു കുഴി. ജയിലെന്നൊക്കെ ഒരു നമ്മളുടെ ഒരു ധാരണയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ പണ്ട് എന്തായിരുന്നു തന്നെ ആർക്കറിയാം. ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അല്ല, അറിയണവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരോ തൂണുകൾ നോക്ക്, എത്ര കല്ലുകളാണ്. എന്താല്ലേ ചരിത്രം. ഓരോ രൂപങ്ങളൊക്കെ കൊത്തി വച്ചിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം. ഇനിയും കൂടുതൽ നല്ല കാഴ്ചകൾ അവിടെ ഉണ്ട്. അമ്പോ എന്തത് എന്തത്? ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ കെട്ടിണ്ടാക്കിയത്? വലിയ സംഭവം തന്നെ. ഗോളിയാർ കോട്ട. അങ്ങനെ അതിൻ്റെ ഒരു മുൻവശം കണ്ടില്ല. ഇനി അവിടുന്ന് കുറച്ചും കൂടി കാഴ്ചകൾ അങ്ങോട്ട് എത്തിയ കാണാനുണ്ടാവും. പിന്നെ ഈ ഒരു കോട്ടയുടെ, ഗോളിയാർ കോട്ടയുടെ ഒരു പ്രാദേശിക ഐതിഹ്യം എന്ന് പറയുന്നത് AD 3-ാം നൂറ്റാണ്ടിൽ കുഷ്ഠരോഗം ബാധിച്ച സൂയജ് സെൻ എന്ന പ്രാദേശിക രാജാവിന് ഗ്വാലിബ എന്ന സന്യാസി ഒരു വിശുദ്ധ കുളത്തിലെ വെള്ളം നൽകി അയാളുടെ രോഗം ഭേദാക്കി. അതിലുള്ള ആ ഒരു സന്തോഷത്തിൽ രാജാവ് ഗോപാച്ചൽ കുന്നിന് മുകളിൽ കോട്ട നിർമ്മിക്കുകയും സന്യാസിയുടെ പേര് നൽകി നഗരത്തിന് ഗോളിയോർ എന്ന് പേരിടുകയും ചെയ്തു. അതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതും AD 3-ാം നൂറ്റാണ്ടിലാണെന്ന് ആലോചിക്കണം. ഇതിൻ്റെ ഈ ഫ്രണ്ട് കവാടം കണ്ടില്ലേ? ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ബാക്കിലാണ് ആകുമ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ അത്. ഇവിടുത്തെ ഫോട്ടോ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോ എടുത്താൽ നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണ് ആ താഴത്തുനിന്ന് ഇങ്ങനെ കാണുന്നത്. നമ്മളങ്ങനെ താഴത്തുനിന്നാണ് നടന്നു വന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ അങ്ങനെ കുറേ സിറ്റി ടൗണ് വീടുകൾ ഒരുപാട്. സൂരജ് സെൻ രാജാവിന് സന്യാസി പാൽ എന്നാൽ സംരക്ഷകൻ എന്നൊരു സ്ഥാനപ്പേര് നൽകുകയും ആ പേര് ഉപയോഗിക്കുന്നിടത്തോളം കാലം കോട്ട അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നും അനുഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നെ 83 തലമുറകൾ ഈ കോട്ട നിലനിർത്തിയെന്നും 84-ാമത്തെ രാജാവായ തേജ് കിരണിന് അത് നഷ്ടപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ടിക്കറ്റ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇരുപതിലുണ്ടാവും. 20 കിലോ ഉണ്ടാവും. അകത്തേക്ക് കയറി വന്നപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേറൊരു മന്ദിരം ഉണ്ട്.
അപ്പൊ അവിടുന്ന് 20 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതാ മൻമന്ദിർ പാലസിലേക്കാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്ത് അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ആ ഒരു സൈഡ് ഉണ്ട്. അതിനുള്ളിൽ കൂടെ ഇരുട്ടാണ്. എന്താ അതിൻ്റെ ഒക്കെ വർക്കുകൾ, തൂണുകളൊക്കെ അതിന്റെ കൊത്തുപണികളും എന്തല്ലേ, ഇത്രയും വർഷം പഴക്കമുണ്ട് ഇതിന്. ഇവിടുന്ന് മുകളിലൊക്കെ നോക്കിയത് നല്ല രസമുണ്ട്. ഇന്ന് പിന്നെ സൺഡേ അല്ലേ, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇപ്പൊ നല്ല തിരക്കുകളൊക്കെ ഉണ്ട്. ആ ഹരിമുരളിരാമൻ പാട്ട് സീനില് ഈ ഒരു കോട്ടയൊക്കെ ഉണ്ട് എന്നാണ് വിശ്വാസം. അതില് പെണ്ണിങ്ങനെ ഓടി ഒളിക്കില്ലേ, ആ ഒരു സീനൊക്കെ ഇവിടെയാന്ന് വിചാരിക്കുന്നു. ഗ്വാളിയർ കോട്ട നിരവധി രാജവംശങ്ങളുടെ ഭരണത്തിന് കീഴിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ കുശവന്മാര്, ഗുപ്തന്മാര്, ഹൂണന്മാര് എന്നിവര് ഭരിച്ചു. 6-ാം നൂറ്റാണ്ടിൽ ഹൂണ ചക്രവർത്തി ആയിരുന്നു മിഹിരകുലന്റെ കാലത്ത് ഇവിടെ ഒരു സൂര്യക്ഷേത്രം നിർമ്മിച്ചതായി ലിഖിതങ്ങളുണ്ട്. ഗുർജര പ്രതിഹാരന്മാര് 9-ാം നൂറ്റാണ്ടിൽ ടെലിക്ക മന്ദിർ പോലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. തോമ രാജവംശം 1398-1516 CE ഗ്വാളിയറിന്റെ സുവർണ കാലഘട്ടമായിരുന്നത്. മഹാരാജാവ് മാൻസിംഗ് തോമർ 1486-1516 കോട്ടയുടെ ഇപ്പോഴത്തെ പ്രൗഢഗംഭീരമായ നിർമ്മിതികളിൽ പലതും പൂർത്തിയാക്കി. ആ ഒരു സമയത്ത് അണ്ടർഗ്രൗണ്ട് ആണിത്. ഒരു തുരുക്കത്തിൽ വൺ വേ ഇതൊക്കെ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്? ഇറങ്ങിയാല് ഇതൊക്കെ എന്തിനാവും ഉണ്ടാകില്ലോ അല്ലേ? പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളാണ്. ഇതൊക്കെ എങ്ങോട്ടാണോ എന്തോ. ആ ഇത് നമ്മളെ ഫ്രണ്ട് ഏരിയ, നമ്മളന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ, ആ ഒരു ഏരിയ. എന്താ അവസ്ഥ, കെട്ടി ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലത്ത് പോലെ ഇങ്ങനെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ അതിൽ കൂടെ നോക്കാൻ പറ്റുമോ? എന്താണ് അവിടെ? നമ്മൾ കറങ്ങണോ? അപ്പൊ നമ്മള് കറങ്ങണ്ടേ? അങ്ങനെ വിക്രമഹലിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അങ്ങനെ ഇതിനുള്ളിൽ അവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതെന്താ, വെള്ളമൊന്നുമില്ല. പുരാതനമായിട്ടുള്ള ഓരോ കാഴ്ചകൾ ഇതിനുള്ളിൽ കടന്നു നോക്കാം. ഓരോ കല്ലിൻ്റെ ഒക്കെ വലിപ്പേ, ഇതൊക്കെ അന്നത്തെ കാലത്തെ അടിമകളെയൊക്കെ കൊണ്ട് പണിയെടുപ്പിച്ച്. എന്ത് തുരന്ന് ഉണ്ടാക്കിയത്? ഇത് കല്ലുമ്പോ തണുപ്പ്.
എന്താ ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറിയ വഴി അവിടെ ഇങ്ങനെ കയറി നമ്മൾ ഇവിടെ എത്തി. വിക്രം മഹൽ. ഇത് ചെറിയ റൂം. ഇവിടെ ഇതൊക്കെ വെളിച്ചത്ത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ മഴയൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതിനുള്ള വെള്ളം പുറത്തു പോകാനുള്ള സംഭവം ഉണ്ടാവും. എന്താ ഇവിടെ ഒരു വെളിച്ചം ലൈറ്റ് ഇട്ട പോലെ. എത്ര ഏക്കറിലാണിത്, എന്ത് വലിയ കോട്ട. മാൻസിംഗ് തോമറിന്റെ മാൻമന്ദിർ കൊട്ടാരം, പിന്നെ ഗുജാരി മഹല്, അതായത് റാണി മൃഗേനിക്ക് വേണ്ടി നിർമ്മിച്ചത്, ഇപ്പോൾ മ്യൂസിയം ആണ്. ഇവ രണ്ടും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. മുഗളന്മാര് മാൻസിംഗ് തോമറിന്റെ മരണശേഷം കോട്ട ഇബ്രാഹിം ലോധിയുടെയും പിന്നീട് മുഗളന്മാരുടെയും കൈവശമായി. അക്ബറിന്റെ കാലത്ത് ഇതൊരു രാഷ്ട്രീയ തലവറയായും ഉപയോഗിച്ചിരുന്നു. പിന്നെ മറാഠകൾ. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ മധ്യ ഇന്ത്യയിലെ സിന്ധു കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള മറാഠ ശക്തിയുടെ കൈകളിലായി. പിന്നെ ബ്രിട്ടീഷുകാർ 1857 ഇന്ത്യൻ കലാപത്തിന്റെ സമയത്തും അതിനുശേഷവും കോട്ടയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ഝാൻസി റാണി ലക്ഷ്മിബായിയും ദാന്തിയ തോപ്പിയും ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ യുദ്ധം ചെയ്ത് 1886 സിന്ധ്യകൾക്ക് കോട്ട തിരികെ നൽകി. 1947 ഇന്ത്യ സ്വതന്ത്രമായ ശേഷം കോട്ട ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലായി. ഓ, അവിടെ വേറെ ഇതൊരു അമ്പലം പോലെ തോന്നുന്നു. കോട്ടയ്ക്കുള്ളിൽ ഇന്നും കാണപ്പെടുന്ന ജൈന തീർത്ഥങ്കന്മാരുടെ ശില്പങ്ങള്, ലോകത്ത് പൂജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പഴക്കമുള്ള ലിഖിതം 6-ാം നൂറ്റാണ്ടിലേതാണ് എന്നിവയെല്ലാം ഈ കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു. അവിടെ ഒരു കുളം. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ മാത്രമേ അമ്പരചുംബികളായ. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ ഈ കോട്ടയെ ഹിന്ദിലെ കോട്ടകളുടെ രത്നം എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ കോട്ടയ്ക്ക് കുറഞ്ഞത് 1500 വർഷമെങ്കിലും പഴക്കമുണ്ട്. 1800 വർഷം എന്ന് പറയുന്നത് അവിടുത്തെ ലിഖിതങ്ങളും ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. കണ്ണാൻ വീഴുന്നത് ഭക്ഷണം കഴിക്കുന്നു. അതിനങ്ങനെ വരുന്നില്ല, ആൾക്കാരൊക്കെ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. ഇപ്പൊ പഴയ രാജാവൊക്കെ തന്നെയാവും, ആത്മാക്കളൊക്കെ കിട്ടും അണ്ണാനൊക്കെ ആയിട്ട്.
ഇനി കുറച്ച് അന്നദാനാവാം. നമ്മളൊന്ന് തല്ലും കൂടാതെ ഒരു കടല വേണ്ട കിട്ടി കിട്ടി എന്റെ കൈ അങ്ങോട്ട് പോകുമ്പോ ഒരു കണ്ണങ്ങോട്ട് പോണത് ഒന്ന് തൊടട്ടെ. കടലാണ് തരണത്. എന്തൊക്കെ തിന്ന് ആ എന്താ മുഖം ആ നമ്മുടെ കുളിച്ചു നല്ല വെള്ളേ. ഞാൻ കുളത്തിലൊക്കെ കലങ്ങിയ വെള്ളം അങ്ങോട്ട് ഇറങ്ങണ്ടേ. അങ്ങനെ അണ്ണാന് തീറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടെയെല്ലാം വളരെ രസകരമായ കാഴ്ചകളാണ്. നേരത്തെ കണ്ട അമ്പലം ഇതിവിടെ വേറൊരു കെട്ടിടം. ഇവിടെ തൊട്ടടുത്ത് കാണേണ്ട സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വർഷങ്ങളും പേരുകളും ഫോട്ടോസ് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിക്ഷയൊക്കെ കിട്ടും. റിക്ഷ വഴി നമുക്ക് അങ്ങനെ അങ്ങോട്ടൊക്കെ പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കുള്ളിൽ നിന്നും ഇറങ്ങുന്നു. ഗോളിയാറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രവും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ ആഗ്രയാണ്. ആഗ്രയിലേക്കാണ് ഇനിയുള്ള യാത്ര. ഇന്ന് വൈകുന്നേരം പുറപ്പെട്ടാൽ 1:45-2 മണിക്കൂർ. നാളെ നമ്മൾ ആഗ്ര. സംഭവം അടിപൊളി കാഴ്ചയാണ് മധ്യപ്രദേശിലെ ഈ ഗോളിയാർ എന്ന ഈ കോട്ട. അടിപൊളി 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 അടിപൊളി. അപ്പോൾ ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ താജ്മഹൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.